നമസ്കാരം, അറ്റ്യൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. മുൻപ് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്, അതെന്ത് മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്, അതൊരു വീഡിയോയിൽ നിന്ന് കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് തൂക്കിയിട്ടേക്കുന്നതെന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു ഹാങ്ങിങ് പ്ലാന്റ്സുകൾ പോട്ട് ചെയ്യുന്നത് മുതൽ ഹാങ് ചെയ്യുന്നത് വരെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന കുറേ ആളുകൾ കാണും, അറിയാൻ മേലത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണണം. അപ്പോൾ നമുക്ക് നേരെ ഒരുപാട് ടൈമൊന്നും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു പ്ലാന്റ് ഇപ്പോൾ കിട്ടുന്നതിന് അനുസരിച്ചായിരിക്കണം നമ്മൾ അതിൻ്റെ പോട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ പോട്ടിലായിരിക്കണം അത് നിറച്ച് വെക്കേണ്ടത്. അല്ലാതെ ആദ്യമേ കൊണ്ടുപോയി നമ്മൾ ഇതുപോലെയുള്ളൊരു വലിയ പോട്ടിൽ നിറച്ച് വെച്ചാൽ അത് സ്പ്രെഡായിട്ട് വരാനൊക്കെ ഒരുപാട് താമസം എടുക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചെറിയ പ്ലാന്റ്സുകളൊക്കെ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെയുള്ളൊരു ചെറിയ പോട്ടിൽ, ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്, ചെറിയ ഒരു പോട്ടിൽ ആദ്യം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക. അതിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം ഇത് ടർട്ടിൽ വൈൻ്റെ ഒരു കളറാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു വരും. ആ സമയത്ത് വേണം നമ്മൾ ഒരു വലിയ പോട്ടിലേക്ക് മാറ്റാൻ. അപ്പോഴേ ഈ വലിയ പോട്ട് കവർ ചെയ്ത് പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു പോട്ട് സെലക്ഷനാണ്. അപ്പം നമ്മൾ പോട്ട് എടുത്തു. അപ്പോൾ ഇനി രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത്, ഈ സെലക്ട് ചെയ്ത പോട്ടിന് ഡ്രെയിനേജ് ഹോള് നന്നായിട്ടുണ്ടോ എന്ന് നോക്കണം. അഥവാ ഡ്രെയിനേജ് ഹോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതിന് ഡ്രെയിനേജ് ഹോള് ഇട്ട് കൊടുക്കണം. നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്ക് നന്നായിട്ട് ഒഴുകി പോവുള്ളൂ. വെള്ളം ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ മിക്കവാറും എല്ലാത്തിനും ചെറിയ റൂട്ട്സ് ആണ്. അപ്പോൾ അതിന് ഒരുപാട് വെള്ളം ഒന്നും കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രെയിനേജ് ഹോൾ മെയിനായിട്ടും എല്ലാം ഓപ്പൺ ആണെന്ന് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെയിനേജ് ഹോൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനുശേഷം ചെയ്യേണ്ടത് ഇനി പോട്ടി മിക്സ് എങ്ങനെയാണ് നിറയ്ക്കുക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഡ്രെയിനേജ് ഹോൾ നമ്മൾ എന്തെങ്കിലും ഒരു രണ്ട് ഇതുപോലെ കല്ല് അല്ലെങ്കിൽ ഇഷ്ടികയുടെ പീസ് എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോഴേ ഇതിപ്പോൾ വലിയ പീസ ചെറുത് മതി, ഇതുപോലെ ചെറിയ പീസ് മതി. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇനിയും പോട്ടി മിക്സ് ഫില്ല് ചെയ്യാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇതിലേക്ക് ഒരു അരഭാഗത്തോളം നമ്മുടെ തൊണ്ടിൻ്റെ പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ അത് കാണിക്കാം. ഇനി നമുക്കിതിലേക്ക് തൊണ്ടിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തൊണ്ടിനെ രണ്ടായിട്ട് മുറിച്ച പീസാണ്, ഒരുപാട് ചെറുതായിട്ടല്ല, രണ്ടായിട്ട് മാത്രം മുറിച്ചിട്ട്. അപ്പോൾ അത് ഒരു അരഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്കിതിനൊക്കെ മണ്ണ് ഇടുന്നത് കുറച്ച് ലാഭിക്കാൻ പറ്റും. ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ മണ്ണൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോട്ടിൻ്റെ വെയിറ്റും ലൈറ്റ് വെയിറ്റ് ആക്കാനും പറ്റും. ഒരു അരഭാഗത്തോളം തന്നെ തൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തൊണ്ടായത് കാരണം നമ്മൾ പ്ലാന്റ്സ് കിടക്കുന്ന കാലത്തോളം ഈ തൊണ്ടും അങ്ങനെ തന്നെ കിടക്കും. കാരണം പെട്ടെന്ന് തൊണ്ട് അലിഞ്ഞ് ഇല്ലാതാകത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം കരിയില ഇട്ട് കൊടുക്കാം. നമ്മൾ കരിയിലയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ കരിയിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗസ് വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തൊണ്ടിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്, ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു കമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പോസ്റ്റാണ് ഞാൻ ഇതെല്ലാം എൻ്റെ പ്ലാന്റ്സുകൾക്കെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പോസ്റ്റിലാണെങ്കിൽ ചകിരിപ്പൊടിയും മണലും ഒക്കെ വരുന്നത് കാരണം ഞാൻ പ്രത്യേകിച്ച് ഇനി പോട്ടി മിക്സിലേക്ക് മണ്ണെടുക്കും. മണലും ചകിരിപ്പൊടിയും ഒന്നും എടുക്കാറില്ല, ചാണകപ്പൊടി ഒന്നും എടുക്കാറില്ല. ഇതിലിതെല്ലാം ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഒരു അരഭാഗത്തോളം ആ പോട്ടി മിക്സ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണലെടുക്കാം. മണൽ, ചകിരിപ്പൊടി, ചാണകപ്പൊടി അങ്ങനെയുള്ളൊരു മിക്സ് എടുത്തിട്ട് വേണം നമ്മൾ ഈ തൊണ്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ നിറച്ച് കൊടുക്കുന്നുടനെ അത് നിറയുന്ന വിധത്തിൽ തന്നെ നമ്മൾ നിറച്ച് കൊടുക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്ന ഉടനെ ഈ പോട്ടി മിക്സ് ഈ ചകിരിയുടെ ഇടയിലേക്ക് കുറേ ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് മാത്രം ഒന്ന് മണ്ട മാത്രം നിറച്ച് വെച്ചിരുന്നാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിറയ്ക്കുന്നുണ്ടേ ഒരു ഏകദേശം ഫുള്ള് നിറയുന്ന പോലെ തന്നെ നമുക്ക് ഈ പോട്ടി മിക്സ് ഇട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ തൊണ്ടിനിടയ്ക്ക് കുറേശ്ശെ ഇറങ്ങിപ്പോയാലും പിന്നെ നമ്മൾ ഒരു 3/4 ഭാഗത്തോളം കാണും. അപ്പം ഞാനിപ്പോൾ ഫുള്ള് നിറച്ച് കൊടുത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫുള്ള് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്തത് നമുക്ക് ഇതുപോലെ ഒരു റോപ്പിലേക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എല്ലാ പോട്ടുകൾക്കും ഇതുപോലെ സൈഡിൽ ഹോള് കാണാം. ഇങ്ങനെ ഈ ഹോള് കട്ടേക്കുന്നത് നമുക്ക് എന്തെങ്കിലും കയറുകൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ചൂണ്ട നൂലാണ്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയത് കാരണം ഇങ്ങനെ ഇട്ട് കൊടുത്താലും നിന്നോളൂ. ഇങ്ങനെ റോപ്പ് ഇട്ടിട്ട് വന്ന പ്ലാന്റുകൾ നമുക്ക് ഡയറക്റ്റ് നമുക്കിപ്പോൾ നോക്കണം, ഇതിനകത്തേക്ക് കയറുമ്പോൾ നോക്കണം. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഹോളിന് അത്യാവശ്യം വലിപ്പമുള്ളത് കാരണം ഡയറക്റ്റ് ഇതുപോലുള്ള പൈപ്പുകളിലേക്ക് കയറും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിപ്പം കർട്ടൻ്റെ കൊളുത്ത, ഈ കൊളുത്തയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ കൊളുത്ത് കിട്ടും, അതിലേക്കും നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടികൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൂക്കിയിടുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത് തൂക്കിയിടുന്നത്. അപ്പോൾ ഇനി ഈ തൂക്കിയിടുന്ന കമ്പി നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ചെയ്തേക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളുടെയും ഇങ്ങനെ കോൺക്രീറ്റുകളിൽ ഇങ്ങനെ കൊളുത്ത് കാണാം. അപ്പോൾ അത് ഒരുപാട് കൊളുത്തുകൾ കാണത്തില്ല, ഒരു 4-5 കൊളുത്തുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ സാധാരണ മിക്കവാറും എല്ലാവരും ആ ഒരു കൊളുത്തേന്ന് ഒരു വള്ളിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലാണ് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റുകൾ ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമുക്കൊരു 5-6 എണ്ണം ഇടുന്നതിലും നല്ലത് നമുക്ക് അതിൽ നിന്ന് ഒരു ഇപ്പോൾ ഈ വെൽഡിങ് ഇൻഡസ്ട്രികളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പി വളച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഈ കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പി വളച്ചിട്ട് ആ കമ്പിയിൽ നമുക്ക് ഇതുപോലുള്ള GI പൈപ്പുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഈ GI പൈപ്പ് ഇതൊരു 6 മീറ്റർ നീളമുണ്ട്. അപ്പോൾ 6 മീറ്ററിന് 250-300 ആ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റിലുള്ള ഹുക്കുകളിൽ ഇതുപോലുള്ള കമ്പികൾ തൂക്കിയിട്ടിട്ട് അതിലേക്ക് ഇതുപോലെയുള്ള GI പൈപ്പുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ അതേ തൂക്കിയിടാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പികൾ നമുക്കിപ്പോൾ എത്ര ഇറക്കം വേണം, നമുക്ക് കൈകാര്യം ചെയ്യണമല്ലോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നീളത്തിനനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ അതെല്ലാവർക്കും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി കോൺക്രീറ്റ് ഹുക്കില്ല എന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ഹുക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതാണെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിനൊക്കെ ഇടുന്ന ഹുക്ക് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അത് തരും. ഒരു 10-15 രൂപയാകത്തുള്ളൂ. ഇത് നമുക്ക് ഡ്രില്ല് ചെയ്ത് കോൺക്രീറ്റ് പിടിപ്പിക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇത് കാണിച്ചേക്കുന്നത് അങ്ങനെ തൂക്കിയിട്ടതാണ്. എന്നിട്ട് നമുക്ക് ഈ കമ്പി വളച്ചത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയർ യൂസ് ചെയ്തിട്ട് കയർ അതേ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും പ്ലാന്റ്സുകൾ തൂക്കിയിടാം. കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ലെയറൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെയാണ് 2-3 ലെയറാക്കി പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. നമ്മൾ ഇതുപോലെയുള്ള റോപ്പ് ഇട്ട് കൊടുത്തിട്ട് തൂക്കിയിട്ടേക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് തൊട്ട് താഴേക്ക് ഒരു പോട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു ലെയറാകും. പിന്നെ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 3ാമതൊരെണ്ണം കൂടി അങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഹുക്ക് എന്തെങ്കിലും നല്ല കട്ടിയുള്ള കമ്പിയുടെ തരത്തിലുള്ള ഹുക്കായിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് താഴെ ഇങ്ങനെ റോപ്പയിൽ ഇങ്ങനെ കൊളുത്തി ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിവിടെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കായതുകൊണ്ട് ഞാനങ്ങനെ താഴെ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ ഇവിടെ 2 പോട്ടുകൾ തമ്മിൽ തൂക്കിയതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ കയറ് കെട്ടി തൂക്കിയിട്ട് അതിലാണ് പിന്നെ അടുത്ത ഒരു ലെയർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ അങ്ങനെ ഒരു ലെയർ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ 3ാമതൊരു ലെയർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലും കുറച്ചുകൂടെ താഴ്ത്തി ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് അങ്ങനെ 3ാമത് ലെയർ വേണമെങ്കിൽ എടുക്കാം. നമുക്കിപ്പോൾ ഇത് കുറച്ച് താഴെ വരെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ 3ാമതൊരു ലെയറൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞ മെത്തേഡുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തൂക്കിയിടാവുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ സൗന്ദര്യം കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ വളരെ കുറവാണെങ്കിൽ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സുകൾ വീട്ടിൽ സെറ്റ് ചെയ്യാം. വളരെ കുറച്ച് കെയറും മതി. ഹാങ്ങിങ് പ്ലാന്റ്സിന് നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സുകൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നിറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ അടിപൊളിയാക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.